Meet the editors. സമാധിയിൽ സത്യം അറിയണ്ടേ എന്നാണ് ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ വളരെ വിചിത്രമായ വാദങ്ങളാണ് ഈ ഗോപൻ സ്വാമി എന്ന് പറയപ്പെടുന്ന പഴയ ചുമട്ടുതൊഴിലാളിയായിരുന്ന, ഇന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് സംസാരിച്ചപ്പോൾ ഒരു നെയ്ത്തുതൊഴിലാളിയായിരുന്ന അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് മക്കളും ഭാര്യയും പറയുന്നത്. അവർക്ക് വലിയ വിദ്യാഭ്യാസമില്ല, പക്ഷേ അവരുടെ വിശ്വാസം അച്ഛൻ സമാധിയായി എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞിരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആരെയും അറിയിക്കാഞ്ഞത് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇതിപ്പോൾ കോടതി കയറാൻ പോവുകയാണ്. സമാധിയിൽ സത്യം അറിയണ്ടേ? സമാധിയിൽ സത്യം അറിയണമല്ലോ. ഇത് ഞാനൊരു കേവലം വിശ്വാസത്തിൻ്റെ പ്രശ്നം മാത്രമായിട്ട് ചുരുക്കി കാണുന്നില്ല. നോക്കൂ, ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഭരണഘടനാ പ്രകാരം ഏതൊരു മനുഷ്യനും ഒരു വിശ്വാസത്തിൽ ജീവിക്കാനും ആ വിശ്വാസത്തെ പിന്തുടരാനും അതുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങളിൽ പങ്കാളിയാകാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനൊരു പരിമിതിയും പരിധിയും കൂടി കൽപ്പിച്ചിട്ടുണ്ട് ഭരണഘടന. മറ്റൊരാളുടെ വിശ്വാസത്തെ വെല്ലുവിളിക്കരുത് എന്നുള്ള അർത്ഥത്തിൽ. ആ രീതിയിലൊക്കെ നമുക്ക് വിശ്വാസത്തെ പിന്തുടരാനും ആ വിശ്വാസത്തിൽ ജീവിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഉള്ളപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ചില നിയമപ്രശ്നങ്ങൾ കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ ഒരാൾക്ക് എൻ്റെ മരണാനന്തരം എൻ്റെ ബോഡി എങ്ങനെ സംസ്കരിക്കണം എന്ന് പറയാനും രാജ്യത്തൊരു നിയമമുണ്ട്. അത് ഒരു ഡെഡ് ബോഡിക്ക് പോലും റൈറ്റുള്ള അവകാശമുള്ള സമൂഹമാണ് നമ്മളുടെ, അല്ലേ? ഇപ്പം മൃതദേഹം കുഴിച്ചിടണം എന്നൊരാൾക്ക് പറയാം, അല്ലെങ്കിൽ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കണം എന്നൊരാൾക്ക് പറയാം, അല്ലെങ്കിൽ മൃതദേഹം ദഹിപ്പിക്കണം എന്നൊരാൾക്ക് പറയാം. ഇനി ഇതൊന്നുമല്ലാതെ മൃതദേഹം കുട്ടികൾക്ക്, മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വിട്ടുകൊടുക്കുന്ന ആളുകളുണ്ട്, അതല്ല എങ്കിൽ അവയവദാനം നടത്തുന്ന ആളുകളുണ്ട്. അപ്പം ഡെഡ് ബോഡിക്ക് പോലും റൈറ്റുള്ള ഒരു സമൂഹമാണ് നമ്മളുടേത്. പക്ഷേ ഇവിടെയൊക്കെ അടിസ്ഥാനപരമായൊരു പ്രശ്നമുണ്ടല്ലോ. എന്താണെന്നറിയാവുന്നത്? അത് മരണം സ്ഥിരീകരിക്കണം എന്നുള്ളതാണ് പ്രശ്നം. മരണം സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമാണ് അത് എപ്രകാരം സംസ്കരിക്കണം, ഏത് ചടങ്ങുകൾ ഉപയോഗിച്ച് സംസ്കരിക്കണം, ഏത് രീതിയിൽ സംസ്കരിക്കണം എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുക ആദ്യം മരണം സ്ഥിരീകരിക്കണം എന്നുള്ളതാണ്. അത് സ്ഥിരീകരിക്കേണ്ടത് ആരാണ്? ഒരു ഡോക്ടറാണ് സ്ഥിരീകരിക്കേണ്ടത്. ഇപ്പം നമുക്ക് മുമ്പിൽ വന്നിരിക്കുന്ന വിഷയം എന്താണ്? ഇവിടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ ഗോപൻ സ്വാമിയുടെ മൂത്ത മകനായിട്ടുള്ള രാജസേനാണ്. അദ്ദേഹം നമുക്ക് നൽകിയിട്ടുള്ള ഒരു ബൈറ്റിൽ പറയുന്നത് എന്താണ്? രാവിലെ അച്ഛൻ പൂജയ്ക്ക് പോയിട്ട് അമ്പലത്തിൽ നിന്ന് നേരെ ഈ സമാധി സ്ഥലത്തേക്ക് വന്നു. ആ സമാധി പീഠത്തിലിരുന്നു, അല്ലേ? സമാധി പീഠമൊക്കെ അദ്ദേഹം നേരത്തെ തന്നെ ആസൂത്രണം ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ വന്നിരുന്നു. എന്നിട്ട് രാവിലെയാണ് അവിടെ വന്ന് അദ്ദേഹം ഇരുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ഏതാണ്ട് മണിക്കൂറുകളോളം പല പൂജകൾ നടന്നു എന്നുള്ളതാണ്. പിറ്റേ ദിവസം രാവിലെ ഏതാണ്ട് പുലർച്ചെ 3:30 വരെ പലതരത്തിലുള്ള പൂജകൾ നടന്നു. ഈ പൂജകൾക്കൊടുവിൽ അദ്ദേഹത്തിന് മനസ്സിലാകുന്ന എന്താണ്? ഈ രാജസേനൻ എന്ന് പറഞ്ഞ പൂജാരിക്ക് മനസ്സിലാകുന്നു അച്ഛൻ സമാധിയായി എന്ന്. അതിന് അദ്ദേഹം പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ശ്വാസം പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാര്യം പറയുന്നത് നാഡി സ്പന്ദിക്കുന്നില്ല എന്നുള്ളതാണ്. മൂന്നാമതൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഈ ശ്വാസം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ വയറ് ഉയരുകയും താഴുകയും ചെയ്യുമല്ലോ, അതൊന്നും സംഭവിക്കുന്നില്ല. ഇനി നാലാമത്തെ കാരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഒരു പൂജാരിയായ എനിക്ക് അച്ഛൻ്റെ ആത്മാവ് വിഗ്രഹത്തിലേക്ക് ലയിക്കുന്നത് തിരിച്ചറിയാൻ കഴിയും എന്നുകൂടി അദ്ദേഹം പറയുന്നു. അങ്ങനെയാണ് അദ്ദേഹം ആ മരണം സ്ഥിരീകരിക്കുന്നത്. ഇന്നലെ വളരെ വിചിത്രമായൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. മംഗലാപുരത്തൊരു ആശുപത്രിയിൽ പവിത്രൻ എന്നൊരാളെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വെന്റിലേറ്ററിൽ ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയാൽ അദ്ദേഹത്തിൻ്റെ ജീവൻ അപായപ്പെടുമെന്ന് ഡോക്ടർമാർ പറയുന്നു. പക്ഷേ അവിടെ ഈ വെന്റിലേറ്ററിൻ്റെ പൈസ വളരെ കൂടുതലായതുകൊണ്ട് വേണ്ട, ഞങ്ങൾ കണ്ണൂർ സ്വദേശിയാണ്, കണ്ണൂരേക്ക് കൊണ്ടുപോകാം എന്ന് ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ പറയുന്നു. അങ്ങനെ പവിത്രനെയും കൊണ്ട് അവർ വണ്ടിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പവിത്രൻ മരിച്ചതായിട്ട് ഈ ബന്ധുക്കൾക്ക് അങ്ങ് തോന്നുന്നു. അങ്ങനെ തോന്നിയ ഉടനെ തന്നെ അവർ വിളിച്ചിട്ട് മറ്റു ബന്ധുക്കളോട് പറയുന്നു, ഇങ്ങനെ ഇദ്ദേഹം മരിച്ചിട്ടുണ്ട്, നമുക്ക് നാളെ രാവിലെ സംസ്കാരം നടത്താം, അതായത് ഇന്ന് രാവിലെ 10:00 സംസ്കാരം നടത്താം. എന്നിട്ട് അവിടുത്തെ ഒരു ലോക്കൽ നേതാക്കളെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് കണ്ണൂരിലെ AKG ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ ഒരു മോർച്ചറിയിലാണല്ലോ സൂക്ഷിക്കേണ്ടത്, മോർച്ചറിയിൽ ഒരു അവസരം തരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഏർപ്പാടുണ്ടാക്കുന്നു, ആ സൗകര്യം ഏർപ്പാടാക്കുന്നു. അവിടെ എത്തുമ്പോൾ അവിടുത്തെ അറ്റൻഡർ നോക്കുമ്പോഴത്തേക്ക് ഇദ്ദേഹം മരിച്ചിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ചൂടുണ്ട്, ഊഷ്മാവുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ ഡെഡ് ബോഡി തണുക്കുകയാണല്ലോ ചെയ്യുക. ഊഷ്മാവുണ്ടെന്ന് കണ്ടെത്തുന്ന പവിത്രന് ജീവനുണ്ട് എന്ന് ഈ അറ്റൻഡർ തിരിച്ചറിയുന്നു. ഇപ്പോൾ പവിത്രൻ്റെ അവസ്ഥ എന്താണെന്നറിയോ? ICU യൂണിറ്റിൽ കിടക്കുകയാണ് പവിത്രൻ എന്നുള്ളത്. അപ്പോൾ ഇവിടെയാണ് ഈ പൂജാരിയായിട്ടുള്ള രാജസേനൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മാവ് വിഗ്രഹത്തിലേക്ക് ലയിക്കുന്നത് എനിക്ക് ബോധ്യപ്പെട്ടു, അങ്ങനെ സമാധിയായി എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ മരണം സ്ഥിരീകരിച്ചിട്ടില്ല. മരണം സ്ഥിരീകരിച്ചേ മതിയാകൂ. അതുകൊണ്ട് ഇപ്പം ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയാവോ? ഈ മരണത്തിൻ്റെ ഉത്തരവാദി ആരാണെന്നറിയാവോ? സ്റ്റേറ്റാണ് യഥാർത്ഥത്തിൽ നമ്മളോട് മറുപടി പറയേണ്ടത്. സ്റ്റേറ്റാണ് മറുപടി പറയേണ്ടത് നമ്മുടെ നിയമപ്രകാരം. അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരണം ആത്മഹത്യയാണോ, അത് കൊലപാതകമാണോ, അത് സ്വാഭാവിക മരണമാണോ എന്നുള്ള കാര്യം പറയേണ്ടത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. അത് ഭാര്യയും മക്കളും കൂടി ചേർന്നിരുന്ന് തീരുമാനിക്കേണ്ട കാര്യമല്ല. അത് എവിടെയും സാധ്യമല്ല. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരാൾ മരിച്ചാൽ, അല്ലെങ്കിൽ റോഡിൽ ഒരാൾ മരിച്ചാൽ, ആശുപത്രിയിൽ ഒരാൾ മരിച്ചാൽ അത് സ്ഥിരീകരിക്കണം, മരണം സ്ഥിരീകരിക്കുക എന്നുള്ളതാണല്ലോ പ്രാഥമികമായ കാര്യം. അതൊരു ഡോക്ടർ നിർവഹിക്കേണ്ടതാണ്. അതിനുശേഷം മാത്രമേ ഈ സംസ്കാര ചടങ്ങുകളിലേക്ക് പോകാനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഈ കാര്യത്തിൽ മരണം എന്ത് സ്ഥിരീകരിക്കുക എന്നുള്ളത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഈ സമാധിയിൽ
സത്യം അറിയേണ്ടതുണ്ട്. ഗോപൻ സ്വാമി എങ്ങനെയാണ് മരിച്ചത്, അതൊരു വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ല, അത് മറിച്ച് ഒരു സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ കാര്യം അറിയാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. ആ കാര്യം കൂടി പറഞ്ഞാൽ അത് അവസാനിപ്പിക്കാം. നിരന്തരമായിട്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇപ്പോൾ 2022 നമ്മളെ ഞെട്ടിച്ചൊരു സംഭവമാണല്ലോ ഇലന്തൂരുണ്ടായിട്ടുള്ള ഇരട്ട കൊലപാതകം എന്ന് പറയുന്നത്. നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ നിരന്തരം ഇങ്ങനെ അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നരബലി നടക്കുന്നത്. എന്താണ് ആ നരബലിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്? സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടി 2 സ്ത്രീകളെ അങ്ങ് കൊന്നു കളയുകയാണ്. അങ്ങനെ കൊന്നു കളഞ്ഞൊരു സംഭവത്തിന് ശേഷം കേരളം വലിയ ഗൗരവത്തോട് ചർച്ച ചെയ്തൊരു കാര്യമാണ് ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ട് നിയമം കൊണ്ടുവരണം എന്നുള്ളത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ അതിശക്തമായ നിയമനിർമ്മാണം ഉണ്ടാകണം. ആ നിയമങ്ങൾ നടപ്പാക്കപ്പെടണം. അതിന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്യണം. എന്നാൽ മാത്രമേ ഇത് ആവർത്തിക്കാതിരിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ വലിയ ചർച്ചകൾ നടക്കി. 4 തവണ 4 ബില്ലുകൾ നിയമസഭയുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. 4 തവണ 4 ബില്ലുകൾ നിയമസഭയുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. 2014 അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയാണ് ഒരു ബില്ല് അവതരിപ്പിക്കുന്നത്. ആ ബില്ല് അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ടുള്ള നിയമ നടപടികളുമായി ബന്ധപ്പെട്ട ബില്ലായിരുന്നു. അത് തയ്യാറാക്കിയത് അന്ന് ADGP ആയിരുന്ന ഹേമേന്ദ്രനാണ് അതിൻ്റെ കരട് രൂപം തയ്യാറാക്കിയത്. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഇത് വിദഗ്ധരുമായി ചർച്ച ചെയ്ത് നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ട് ഇതങ്ങ് പെട്ടിയിൽ വെച്ചു. പിന്നെ ഈ ബില്ല് അനങ്ങിയിട്ടില്ല. പിന്നെ അടുത്തൊരു ബില്ല് വരുന്നത് 2018 PT തോമസാണ്. മരിച്ചുപോയ തൃക്കാക്കര MLA ആയിരുന്ന PT തോമസാണ് ഒരു ബില്ല് കൊണ്ടുവരുന്നത്. ആ ബില്ല് വളരെ ശക്തമായ ബില്ലാണ്. ആ ബില്ലിന് മറുപടി പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് വേണ്ടി AC മൊയ്തീനാണ്. ഈ ബില്ല് എടുക്കാൻ പറ്റില്ല എന്നാണ് മൊയ്തീൻ പറഞ്ഞത്. പക്ഷേ അന്ന് സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണൻ ഇടപെട്ടിട്ട് ഈ ബില്ല് പരിഗണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോഴും ഗവൺമെൻറ് എന്താ പറഞ്ഞത്? ഈ ബില്ല് പരിഗണിച്ച് വിദഗ്ധ അഭിപ്രായങ്ങൾക്ക് എടുത്ത് ഒരു നിയമനിർമ്മാണം നടത്തുന്നതാണ്. പിന്നെ അതിൻ്റെ മേളിലൊരു അനക്കമുണ്ടായിട്ടില്ല. 2019 ഈ നിയമകാര്യ കമ്മീഷൻ ഉണ്ടല്ലോ, ആ കമ്മീഷൻ്റെ അധ്യക്ഷനായിരുന്ന ജസ്റ്റിസ് KT തോമസാണ്. സർക്കാർ തന്നെ തീരുമാനിച്ചിരിക്കുന്ന നിയമപരിഷ്കരണ കമ്മീഷൻ്റെ അധ്യക്ഷൻ. 2019 അവരൊരു ബില്ല് കൊണ്ടുവന്നു. ആ ബില്ലും ഇതുപോലെ തന്നെ ഫ്രീസറിലേക്ക് പോയി. ഒരു കാര്യവും നടന്നിട്ടില്ല. ഏറ്റവും അവസാനം ആലത്തൂർ MLA ആയിട്ടുള്ള KD പ്രസേനാണ് 2 വർഷം മുമ്പ് വീണ്ടും ഇതുപോലൊരു ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ചത്. എന്താണ്? അന്ധവിശ്വാസങ്ങളെ ശക്തമായി എതിർക്കണം, അതിനെതിരായിട്ട് നിയമ നടപടികൾ ഉണ്ടാകണം, അന്ധവിശ്വാസത്തെ പല രീതിയിൽ നിർവചിച്ചുകൊണ്ട് എന്തെല്ലാം ഈ അന്ധവിശ്വാസത്തിൻ്റെ കാറ്റഗറിയിൽ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ബില്ലുകളെല്ലാം അവതരിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. സമഗ്രമായ ബില്ലുകളായിരുന്നു എല്ലാം, ഒന്നും മോശപ്പെട്ട ബില്ലുകളായിരുന്നില്ല. പക്ഷേ ഒരു നിയമ നിർമ്മാണവും ഉണ്ടായില്ല. ഇപ്പോഴും ഈ പറഞ്ഞ അവസാനത്തെ KD പ്രസിഡന്റ് അവതരിപ്പിച്ച ബില്ലിലും ഒരു നിയമനിർമ്മാണം നടത്തിയിട്ടില്ല. നിലവിൽ ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല. എന്ന് മാത്രമല്ല, ഈ ഇലന്തൂർ സംഭവം ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇലന്തൂർ സംഭവം ഉണ്ടായപ്പോൾ വീണ്ടും ഈ ശക്തമായിട്ട് ഈ ബില്ലിൻ്റെ ആവശ്യം വന്നല്ലോ. നിയമനിർമ്മാണം വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ആചാര്യ സംഘടനകളെല്ലാം കൂടി ചേർന്നിട്ട് വലിയ പ്രക്ഷോഭം നടത്തുമെന്ന് പറഞ്ഞു. ഇത്തരത്തിലൊരു നിയമനിർമ്മാണം നടത്തിക്കൂടാ, കാരണം ഞങ്ങളുടെ വിശ്വാസത്തിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആചാര്യ സംഘടനകൾ യോജിച്ചുകൊണ്ട്, പല സംഘടനകൾ യോജിച്ചുകൊണ്ട് ഒരു പ്രതിഷേധത്തിന് തയ്യാറെടുത്തു. അപ്പോഴും ഒരു നടപടിയും ഉണ്ടായില്ല. ഇനി നമ്മുടെ നാട്ടിലെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഒരു വലിയ ക്യാമ്പയിൻ നടത്തി. കേരളത്തിൽ വലിയൊരു ക്യാമ്പയിൻ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സ്വരൂപിച്ച അഭിപ്രായങ്ങളെല്ലാം കൂടി ചേർത്ത് അവരൊരു സജഷൻ സർക്കാരിന് മുമ്പിൽ വെക്കുകയും മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ 2017 നേരിട്ട് കണ്ട് ഈ പ്രശ്നം അവതരിപ്പിക്കുകയും ചെയ്തു. എന്നിട്ടും കേരളത്തിലൊരു നിയമനിർമ്മാണം നടന്നിട്ടില്ല. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു വീഴ്ച സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്നറിയാമോ? നമ്മൾ അതുകൂടി പരിശോധിക്കണമല്ലോ. എന്തുകൊണ്ടാണ് ഈ നിയമനിർമ്മാണം നടത്താൻ കഴിയാതെ പോകുന്നത്? പ്രശ്നം എന്താണെന്നറിയാമോ? ഈ നിയമനിർമ്മാണം നടത്തിയാലുണ്ടല്ലോ ആൾ ദൈവങ്ങളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടി വരും, അല്ലേ? ആൾ ദൈവങ്ങളുടെ കാര്യത്തിലൊരു തീരുമാനം എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ അത്ഭുത രോഗശാന്തി ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പരിപാടികളുണ്ടല്ലോ, ആ പരിപാടികൾക്ക് എതിരെ നടപടി എടുക്കേണ്ടി വരും. ഇതുപോലെ തന്നെ കുത്തിയോട്ടം പോലുള്ള ആചാരങ്ങളുണ്ട്. ഈ ആചാരങ്ങൾക്കെതിരായിട്ട് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ആചാരം നിൽക്കുന്നത്. അവരുടെ ശരീരത്തിൽ ഈ ലോഹമൊക്കെ കുത്തിക്കയറ്റുന്ന പരിപാടിയാണ്. ബാലാവകാശ കമ്മീഷൻ നേരത്തെ കേസെടുത്തിട്ടുള്ള കുട്ടികളുടെ ശരീരത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പീഡനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുള്ളതാണ്. അത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടേണ്ടി വരും. അങ്ങനെയൊക്കെ ഇടപെടുന്നതിന് സർക്കാരിന് പരിമിതിയുണ്ട്, രാഷ്ട്രീയക്കാർക്ക് പരിമിതിയുണ്ട്. അതുകൊണ്ട് എന്താ പ്രശ്നമെന്ന് വെച്ചാൽ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും ആ അന്ധവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട അനാചാരങ്ങളും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അതിനെതിരായി ശക്തമായൊരു നിയമം നമ്മുടെ നാട്ടിലില്ല എന്നുള്ളതാണ്. പല സംസ്ഥാനങ്ങളിലും ആ നിയമമുണ്ട് കേട്ടോ. മഹാരാഷ്ട്രയിൽ ആ നിയമമുണ്ട്, കർണാടകയിൽ ആ നിയമമുണ്ട്, ഒറീസയിൽ ആ നിയമമുണ്ട്. ആ രീതിയിലൊരു നിയമം കേരളത്തിൽ പാസ്സാക്കാൻ കഴിയാതിരിക്കുന്നു എന്ന് പറയുന്നത് അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. നമ്മളെയൊക്കെ ചിരിപ്പിച്ചൊരു കാര്യമാണല്ലോ, അല്ലേ? കഴിഞ്ഞ വർഷം പുറത്തു വന്നൊരു വാർത്ത, KPCC അധ്യക്ഷനായിട്ടുള്ള K. സുധാകരൻ്റെ കട്ടിലും വീട്ടിലും ഉമ്മറത്തും ഈ കസേരയുടെ പുറകിലും ഒക്കെ കൂടോത്രമുണ്ട് എന്ന് പറഞ്ഞിട്ട് രാജ്മോഹൻ ഉണ്ണിത്താനും K. സുധാകരനും കൂടി അന്വേഷിച്ചു പോയൊരു കഥയുണ്ട്. എന്നിട്ട് മാത്രമല്ലല്ലോ, ആൾരൂപങ്ങൾ എടുത്തു. എന്നിട്ട് K. സുധാകരൻ്റെ ശരീരത്തിൻ്റെ മുഴുവൻ വിഷമത്തിൻ്റെയും കാരണം എന്ന് പറയുന്നത് ഈ ആൾരൂപങ്ങളും തെയ്യത്തിൻ്റെ മാതൃകയിലുള്ള രൂപങ്ങളൊക്കെയാണ് അവിടെ കുഴിച്ചിട്ടിരുന്നത്. അതൊക്കെ എടുത്തു ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ. പത്തനംതിട്ടയിൽ നിന്ന് ഏതൊരു തന്ത്രിയെ കൊണ്ടുവന്നിട്ട്, ഏതൊരു കർമ്മിയെ കൊണ്ടുവന്നിട്ട് അതൊക്കെ കുഴിച്ചെടുക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ രാഷ്ട്രീയക്കാർ തന്നെ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളിലൊക്കെ പെട്ടുപോയിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗോപൻ സ്വാമിയുടെ ഈ സമാധി വിഷയത്തിൽ, സമാധി എന്ന് പറയുന്ന അവരുടെ വിശ്വാസമായിരിക്കാം, പക്ഷേ ഗോപൻ സ്വാമി എന്ന് വിളിക്കപ്പെടുന്ന ഒരു പൗരൻ
എങ്ങനെയാണ് മരിച്ചത് എന്നറിയാൻ സ്റ്റേറ്റിന് ഉത്തരവാദിത്വമുണ്ട്. ആ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വം സ്റ്റേറ്റ് നിർവഹിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവിടെ കല്ലറ പൊളിക്കുന്നു എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ പ്രശ്നമായിട്ടല്ല നമ്മൾ കാണേണ്ടത്. നമ്മളൊരു പരിഷ്കൃത സമൂഹമാണ്. ആ പരിഷ്കൃത സമൂഹത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. ഇതിനകത്തൊരു അപകടം നിൽക്കുന്നുണ്ടല്ലേ, വളരെ പെട്ടെന്നല്ലേ കല്ലറയ്ക്ക് ഒരു രാഷ്ട്രീയം ഉണ്ടായിരിക്കുന്നത്. കല്ലറയുടെ കേന്ദ്രീകരിച്ച് രണ്ട് വിഭാഗങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. ആ രണ്ട് വിഭാഗങ്ങൾ പറയുന്നത്, ഒന്ന് ഞങ്ങളുടെ വിശ്വാസമാണ്, അതുകൊണ്ട് ഈ കല്ലറ പൊളിക്കരുത്, അവിടെ കടന്നു കയറുന്നത് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണെന്ന് പറയുന്നു. മറ്റൊരു വിഭാഗം അങ്ങനെ അല്ല എന്ന് പറയുന്നു. ഇതിനകത്തൊരു രാഷ്ട്രീയ മുതലെടുപ്പിൻ്റെ വിഷയവും കൂടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപകടകരമാണ് ഈ സാഹചര്യം. അപകടകരമാണെന്ന് ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ നിന്നാണെന്നേ വലിയ വലിയ അന്ധവിശ്വാസങ്ങളിലേക്ക്, വലിയ വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ ഒരു സമൂഹം സഞ്ചരിക്കുക. ഈ രീതിയിലാണോ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത്? കേരളം ഇങ്ങനെയാണോ മുന്നോട്ട് പോകേണ്ടത്? കേരളം നരബലി നടക്കുന്ന ആളുകൾ, ഇങ്ങനെ ഈ പറഞ്ഞ സമാധിയാകുന്ന, അങ്ങനെ സമാധിയായി രഹസ്യമായി ഈ സ്ലാബൊക്കെ വെച്ച് കല്ലറയിൽ സംസ്കരിക്കുന്ന ഒരു സമൂഹമായിട്ട് കേരളം അറിയപ്പെടണോ? അങ്ങനെയുള്ളൊരു സമൂഹത്തിലാണോ നമ്മൾ ജീവിക്കേണ്ടതെന്നുള്ളൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് ഇത് വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ല, മറിച്ച് നമ്മളൊരു നിയമവ്യവസ്ഥയ്ക്കകത്താണ് ജീവിക്കുന്നത്. ആ നിയമവ്യവസ്ഥയിൽ ഒരു മരണം സ്ഥിരീകരിക്കുന്നതിന് അതിൻ്റേതായ രീതികളുണ്ട്. അത് ഫോളോ ചെയ്യാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ്. അതിൻ്റെ യഥാർത്ഥ ഉത്തരവാദിത്വമുള്ളത് സ്റ്റേറ്റിനാണ്. സ്റ്റേറ്റ് ഈ കാര്യത്തിൽ വളരെ ശക്തമായി ഇടപെട്ട് ഈ പറയുന്ന സമാധിയുടെ സത്യം പുറത്തു കൊണ്ടുവരണം എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. ആവുക എന്നത് ഒരാൾ മരിക്കുന്ന അവസ്ഥയിൽ പറയുന്നതാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഗോപൻ സ്വാമിയുടെ മക്കൾക്ക് ഉണ്ട് എന്ന് തോന്നുന്നു. കാരണം സമാധി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അത്രയ്ക്ക് അങ്ങോട്ട് ഉൾക്കൊണ്ടിട്ടാണോ അവർ ഈ സംസാരിക്കുന്നത് എന്നുള്ളതാണ് അത് കേട്ടപ്പോൾ എനിക്ക് സംശയം തോന്നിയത്. ഞാൻ സമാധി എന്നുള്ള വാക്ക് ആദ്യമേ കേൾക്കുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസനുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹം തന്നെ ശിഷ്യർക്ക് കൊടുക്കുന്ന സമാധിയെക്കുറിച്ച് കൊടുക്കുന്ന ഉപദേശങ്ങൾ, എന്താണ് സമാധി എന്നുള്ള ആ ഒരു നിലയിലേക്ക്, ആ ഒരു അവസ്ഥയിലേക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് എങ്ങനെയാണ് പോവുക എന്നുള്ളത് ശ്രീരാമകൃഷ്ണ പരമഹംസൻ വളരെ വിശദമായി തന്നെ വിവരിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിലെ ഈ ഗുരുവര്യന്മാരായിട്ടുള്ള ആളുകളൊക്കെ ഈ സമാധി എന്ന് പറയുന്ന അവസ്ഥയെ അറ്റൈൻ ചെയ്തിട്ട് അതിൽ നിന്ന് തിരിച്ച് ബോധമണ്ഡലത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സമാധി എന്ന് പറയുന്നത് മരണത്തിൻ്റെ ഒരു പര്യായപദമല്ല എന്നുള്ളതാണ് ആദ്യമായി തന്നെ എനിക്ക് പറയാനുള്ളത്. അങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിലാണ് ഈ ഗോപൻ സ്വാമിയുടെ മക്കളായാലും ഭാര്യയായാലും അവരുമായി ബന്ധപ്പെട്ട ആളുകളായാലും സമാധിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി മരിച്ചു എന്നുള്ളതിൻ്റെ പകരം പ്രയോഗിക്കുന്ന ഒരു പദമായാണ് അവർ പ്രയോഗിച്ചു വയ്ക്കുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ആദ്യത്തെ വാക്ക് സമ എന്ന് പറയുന്നത് സമനിലയെയും ധി എന്ന് പറയുന്നത് ബുദ്ധിയെയും കുറിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ആ രീതിയിൽ വളരെ ഏകാഗ്രതയോടുകൂടി എത്തിച്ചേരാൻ കഴിയുന്ന ഒരു ധ്യാനാവസ്ഥ, അതിനെയാണ് സമാധി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 3 ദിവസം സമാധി ഇരുന്ന് കഴിഞ്ഞ് തിരിച്ച് അതേ ബോധമണ്ഡലത്തിലേക്ക് നമ്മുടെ ഈ ഭൗതികമായ ചുറ്റുപാടുകളിലേക്ക് തിരിച്ചു വരുന്ന അങ്ങനെയുള്ള യോഗനിദ്രയിൽ ആയിരിക്കുന്ന സമാധി അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ഗുരുക്കളെക്കുറിച്ചൊക്കെ നമ്മൾ പല ഗ്രന്ഥങ്ങളിലും വായിച്ചിട്ടുണ്ട്. ഇവിടെ പക്ഷേ ആ രീതിയിലുള്ള, അതായത് അതൊക്കെ വർഷങ്ങളുടെ കഠിന തപസ്സിലൂടെയൊക്കെ അവർ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് നമ്മൾ പുരാണങ്ങളിലായാലും അല്ലാതെ ആയാലും ഒക്കെ കേട്ടിട്ടുള്ളത്. നമ്മുടെ ചില സ്വാമിമാരൊക്കെ തുടർച്ചയായി ഈ ഏകാഗ്രത നിഷ്ഠയിലൂടെയൊക്കെ അങ്ങനെ സമാധിയിലേക്ക് എത്തുന്നു. അവരുടെ മരണവും ആ സമാധി അവസ്ഥയിൽ സംഭവിക്കുന്നു. അത് പക്ഷേ പിന്നീട് ഉണ്ണിസാർ സൂചിപ്പിച്ചതുപോലെ അവിടെ ഒരു ഡോക്ടർ തന്നെയാണ് അത് സ്ഥിരീകരിക്കുന്നത്. അതിനുശേഷമാണ് അവരുടെ മരണാനന്തര ചടങ്ങുകളൊക്കെ നടക്കുന്നത്. ഇവിടെ പക്ഷേ ഗോപൻ സ്വാമിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ മക്കളും ഭാര്യയും, അതായത് ഭാര്യ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഒരു മകനാണ് ഇക്കാര്യമെല്ലാം തീരുമാനിച്ചത് എന്നുള്ളതാണ് ഇതിലെ വസ്തുത. അയാൾ തന്നെ അങ്ങ് തീരുമാനിക്കുകയാണ് ഗോപൻ സ്വാമി സമാധിയായി എന്ന വാക്ക് തന്നെ പറയണം എന്ന് ആവശ്യപ്പെടുന്നതും അദ്ദേഹം തന്നെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ആ വീട്ടിൽ നടന്നത്? ഈ ഗോപൻ സ്വാമി നടന്നുപോയി പൂജ ചെയ്ത് അവിടെ വന്നിരുന്ന് ഈ ധ്യാനാവസ്ഥയിലൂടെ, അതായത് ഗുരുവര്യന്മാരൊക്കെ വർഷങ്ങളുടെ, അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ള പല ഗ്രന്ഥങ്ങളിലുമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ സമീപകാലത്ത് ഈ രീതിയിൽ സമാധിയിലേക്ക് എത്തുന്ന അത്രയും ഒരു ഉയർന്ന തലത്തിലുള്ള ഒരു ആത്മീയമായിട്ടുള്ള ഒരു പിൻബലമോ എന്തെങ്കിലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നോ എന്നത് എനിക്കറിയില്ല. അവിടെ ഒരു ക്ഷേത്രം സ്ഥാപിക്കുകയും അതിൽ പൂജ ചെയ്യുകയും ചെയ്തിരുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ് നാട്ടുകാരൊക്കെ പറഞ്ഞ് കേൾക്കുന്നത്. അപ്പോൾ ഈ സന്യാസിവര്യന്മാർക്കൊക്കെ പൂർവാശ്രമം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇദ്ദേഹം എന്ന് പറയുന്നത് അങ്ങനെ വർഷങ്ങളായി അങ്ങനെ ഈ ഒരു സന്യാസ നിഷ്ഠയിലൂടെയൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണോ എന്നതും പരിശോധിക്കപ്പെടേണ്ടതാണ്. എന്തായാലും ഇക്കാര്യത്തിൽ മകൻ പറയുന്നത് മാത്രം മുഖവിലേക്കെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് ആ ഒരു സംഭവത്തെ പൂർണ്ണമായി നോക്കിക്കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം ആ ഒരു സ്ലാബിനുള്ളിൽ അടക്കം ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അത് ഒരു സമാധി സ്ഥലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അടക്കം ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് എല്ലാവരിൽ നിന്നും അത് ഗോപ്യമാക്കി, അതായത് ഒളിപ്പിച്ചു വെച്ചത്? സാധാരണഗതിയിൽ ഒരു സ്വാമി സമാധിയായി എന്ന് പറയുമ്പോൾ ആ നാടും ആ ക്ഷേത്രവുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളും ക്ഷേത്രത്തിലേക്ക് സ്ഥിരമായി വരുന്ന ആളുകളൊക്കെ ഉണ്ടാകുമല്ലോ, പൂജയ്ക്കും പ്രാർത്ഥനയ്ക്കും ഒക്കെ വരുന്ന ആളുകൾ ഉണ്ടായിരിക്കുമല്ലോ. അവരിൽ നിന്നെല്ലാം മറച്ചു വെച്ചത് എന്തിനാണ് എന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ മുതൽ തുടങ്ങുകയാണ് അതിലെ സംശയം. മറുപടി ഉണ്ട്.
വെച്ചാൽ ഈ മൃതദേഹം പുറത്ത് ആളുകളെ കാണിച്ചാൽ സ്വർഗാരോഹണം നടക്കില്ല എന്ന്. അപ്പോൾ ഇന്ത്യൻ തത്വചിന്ത അതുപോലെ തന്നെ ഹിന്ദു മതം അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കുമല്ലോ അദ്ദേഹം ഈ ആർഗ്യുമെന്റ്സ് എല്ലാം നടത്തുക. അതുമായി ബന്ധപ്പെട്ട പലരുമായിട്ട് ഞാൻ സംസാരിച്ചു നോക്കി. അതിൽ ചില ആളുകൾ പറഞ്ഞത് ഈ ഉയർന്ന തലത്തിലുള്ള നമുക്കൊക്കെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നേടാൻ കഴിയാത്ത ഉയർന്ന തലത്തിലുള്ള മാനസികമായിട്ടുള്ള ഒരു ഏകാഗ്രത, ചില ആളുകളൊക്കെ മെഡിറ്റേഷനിലൂടെ ആ ഒരു ഏകാഗ്രതയിലേക്ക് എത്തും. അതിൽ കുറേ സമയം അവർക്ക് ഇരിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ രീതിയിൽ ഒരു ആത്മീയമായ വഴിയിലൂടെ പോകുന്ന ആളുകൾ ആ ഉയർന്ന തലത്തിലുള്ള ഏകാഗ്രത നേടിയെടുത്ത് ഈ ഒരു സമാധിയുടെ അവസ്ഥയിലേക്ക് പോകുന്നു. അവരുടെ മരണം അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നു എന്നൊക്കെയുള്ളത് പലരുടെയും കാഴ്ചപ്പാടും പലയിടങ്ങളിലും അങ്ങനെയുള്ള സമാധി സ്ഥലങ്ങളടക്കമുണ്ട്. ഇതിൽ ഞാൻ പരിശോധിച്ചപ്പോൾ കണ്ട ഒരു ചിത്രം എന്ന് പറയുന്നത് ശ്രീബുദ്ധൻ്റെയാണ്. ശ്രീബുദ്ധൻ്റെ സമാധി ശ്രീലങ്കയിലെ ഒരിടത്ത് സമാധിയായിരിക്കുന്ന ശ്രീബുദ്ധൻ, പക്ഷേ അത് ശ്രീബുദ്ധൻ മരിച്ചിരിക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. ശ്രീബുദ്ധൻ്റെ ഈ ഉയർന്ന ഏകാഗ്ര തലത്തിലേക്ക് ശ്രീബുദ്ധൻ എത്തിയതിനു ശേഷം തിരിച്ചു വരുന്നുണ്ട്, എന്നിട്ട് ശിഷ്യരോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ എന്താണ് സമാധി എന്നതിലൂടെ ഇവർ ഉദ്ദേശിക്കുന്നത്? ഇവരുടെ അച്ഛൻ വയ്യാതെ കിടക്കുകയായിരുന്നു എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. 6-7 മാസമായി ബെഡ്രിഡനായി കിടന്നിരുന്ന ഒരു വ്യക്തിയാണ്, മരുന്നുകളൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി പൂജ ചെയ്യാനായി ക്ഷേത്രത്തിലേക്ക് പോയോ എന്നൊരു ചോദ്യം അവിടെ എന്തായാലും നിൽക്കുന്നുണ്ട്. അതിന് മറുപടി ഡോക്ടർ അരുണുമായി ഇന്ന് സംസാരിക്കുമ്പോഴും ആ മകനോ ഭാര്യയോ ഒന്നും നൽകിയില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ബെഡ്രിഡനായി കിടന്ന ഒരു വ്യക്തി എങ്ങനെയാണ് എഴുന്നേറ്റ് പോയിരുന്ന് ഈ പൂജകളൊക്കെ ചെയ്തതിന് ശേഷം അദ്ദേഹം സമാധിയായത് എന്നുള്ള ഒരു ചോദ്യം അത് അദ്ദേഹം അസുഖബാധിതനായിരുന്നു എന്നുള്ളത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പറയുന്ന കാര്യമാണ്. 6-7 മാസമായി പുറത്തേക്കൊന്നും കണ്ടിട്ടില്ല. ആ ക്ഷേത്രത്തിൽ വരുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ ആ പരിസരത്ത് താമസിക്കുന്ന ആളുകളുണ്ട്, അവരാരും 6-7 മാസമായി ഇദ്ദേഹത്തെ കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു പൊരുത്തക്കേട് ഉണ്ടാകുമ്പോൾ എന്താണ് അതിൽ കൃത്യമായ ഒരു മറുപടി കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ ശാസ്ത്രീയ പരിശോധനയാണ് നടക്കേണ്ടത്. അതിനായി ഫോറൻസിക് ടീമിനെ അടക്കം അവിടെ കൊണ്ടുവരുമ്പോഴാണ് ഈ മകൻ വിലക്കുന്നത് പറ്റില്ല എന്ന്. അച്ഛൻ സമാധിയായതാണ് എന്നുണ്ടെങ്കിൽ ഈ പരിശോധനകളെ വിലക്കുന്നത് എന്തിനാണ്? ഈ സമാധി തുറന്ന് ഈ സ്ലാബ് നീക്കിക്കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മരണം അതെങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതിന് ഒരു പരിശോധന നടന്നു കഴിഞ്ഞാൽ തീരാവുന്ന സംശയങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ ഈ മരണം ആരാണ് സ്ഥിരീകരിച്ചത് എന്ന ചോദ്യത്തിൽ മുതൽ ഇതിൽ നിഗൂഢത നിൽക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ എന്തായാലും പരമ്പരാഗതമായ തത്വചിന്തയുടെയും അതുപോലെ തന്നെ ഹിന്ദുമതത്തിൽ സമാധിയായിട്ടുള്ള സന്യാസിമാരുടെ ഉദാഹരണങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ സംസാരിക്കുന്നത്. പക്ഷേ അവരുടെയൊക്കെ എങ്ങനെയാണ് അവർ ആ യോഗ നിദ്രയിലേക്ക് അല്ലെങ്കിൽ സമാധിയിലേക്കൊക്കെ അവർ പോയിട്ടുള്ളത് അവരുടെ ആത്മീയമായിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ തുടർച്ചയായിട്ടാണ്. അങ്ങനെയുള്ള ഒരു ജീവിതം പിന്തുടർന്നു വന്ന വ്യക്തിയാണോ ഗോപൻസ്വാമി എന്നതും എനിക്ക് വ്യക്തമല്ല. കാരണം പുറത്തേക്ക് വന്ന വിവരങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പോൾ അതിലൊക്കെ ഒരു പരിശോധന വരേണ്ടതാണ്, സത്യം തെളിയണം. അല്ല എന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ നാളെ ആർക്കും ആരെയും തല്ലിക്കൊന്ന് സമാധിയായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്നുള്ളൊരു ചോദ്യം മറുഭാഗത്ത് നിൽക്കുന്നവർ ഉയർത്തുന്നതിനെ ഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ടതാണ്. ഇതിൽ ഹിന്ദു മതത്തെയോ അല്ലെങ്കിൽ വിശ്വാസത്തെയോ ഒന്നും വെച്ചുകൊണ്ട് അല്ലെങ്കിൽ സമാധിയായിട്ടുള്ള ഗുരുവര്യന്മാരെയോ അങ്ങനെയുള്ള ആരെയും ഇതിലേക്ക് നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടതില്ല. ഈ ഒരു പെർട്ടിക്കുലർ കേസ് ഇത് ഒരു പ്രത്യേക കേസായി തന്നെ എടുത്തുകൊണ്ട് നേരത്തെ ഉണ്ണി സാർ പറഞ്ഞു വന്നതുപോലെ എല്ലാം അന്ധവിശ്വാസമാണ് എന്നതൊക്കെ അങ്ങയുടെ വിശ്വാസം, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾക്ക് അത് അവരുടെ വിശ്വാസം. പക്ഷേ ഇവിടെ ഇദ്ദേഹം മരിച്ചതാരും കൺഫേം ചെയ്തിട്ടില്ല. ഈ മകൻ തന്നെയാണ് മരിച്ചുവെന്ന് അമ്മയോടും പറയുന്നത്, അനുജനോടും അദ്ദേഹം തന്നെ പറഞ്ഞാണ് അച്ഛൻ മരിച്ചു എന്ന് അറിയുന്നത് അല്ലേ. മരിക്കുന്നത് ആകെ കണ്ടത് ഈ രാജസേന എന്ന് പറയുന്ന മകൻ മാത്രമാണ്. അപ്പോൾ ഈ രാജസേനെ ചോദ്യം ചെയ്യണം. അതുപോലെ തന്നെ എപ്പോഴാണ് ഈ മരണം സംഭവിച്ചത്, എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചത് എന്നത് പുറത്തു വരണം എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം. ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം നമ്മുടെ ഈ പൊതുസമൂഹത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു കുടുംബമൊന്നുമല്ല ഇവിടെയുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചൊവ്വാദോഷത്തിന് വേണ്ടി ഇപ്പോഴും തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ചൊവ്വാദോഷ പരിഹാര കർമ്മങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ആചാര്യന്മാരെയും ജ്യോതിഷ പണ്ഡിതന്മാരെയും സമീപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കേരളീയ സമൂഹത്തിൽ ഈ ഒരു വാർത്ത എന്നെ അത്ഭുതപ്പെടുത്തുന്നതേയില്ല. നമ്മൾ ഈ സമാധിയെക്കുറിച്ച് പറഞ്ഞ ആ കുടുംബത്തെ കളിയാക്കുമ്പോൾ സ്വന്തം വീട്ടിൽ ചൊവ്വാദോഷത്തിൻ്റെ പരിഹാരകർമ്മം നടത്താൻ പോയവർ, ശത്രുസംഹാര പൂജയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തവർ, അതേപോലെ കയ്യിൽ ഏലസും പിന്നെ അരയിൽ ഏലസും കെട്ടി നല്ല ഭർത്താവിനെ കിട്ടാനും കൂടുതൽ മാർക്ക് കിട്ടാനും വേണ്ടിയിട്ട് ജ്യോതിഷ പണ്ഡിതന്മാരുടെ മുന്നിൽ പോയി ക്യൂ നിൽക്കുന്ന മനുഷ്യർ, ഇപ്പോഴും കൂടോത്രം ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കൾ, ഇവരൊക്കെ ഈ കുടുംബത്തിൻ്റെ അതേ മാനസിക നിലയിലുള്ള ആളുകളാണ്. അതുകൊണ്ട് ആ കുടുംബത്തെ പരിഹസിക്കാൻ ഞാനില്ല. ആ കുടുംബത്തിന് താരതമ്യേന വിദ്യാഭ്യാസപരമായും നിയമസാക്ഷരതയും കുറവുള്ള ഒരു കുടുംബമാണ്. ഞാനിന്ന് ഈ 2 പേരോട് സംസാരിച്ചു, അമ്മയോട് സംസാരിച്ചു, മകനോട് സംസാരിച്ചു. കാര്യമായ ഒരറിവും അവർക്കില്ല. ഈ ലോകത്തെക്കുറിച്ച് തന്നെ കൃത്യമായ ധാരണയില്ല. ഈ സമൂഹം എങ്ങനെ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല. അവർ പറയുന്ന ലൈവിൽ പറഞ്ഞ ഇന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് അപകടം ചെയ്യുന്ന കാര്യങ്ങളാണ്. കോടതിയിൽ നാളെ വളരെ പ്രധാനപ്പെട്ട മൊഴികളായി വരാൻ പോകുന്നതാണ്. മൊത്തം അടിമുടി വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ആ പാവം അമ്മയും മകനും നൽകിയത്. അപ്പം അതിനകത്ത് വന്നിരിക്കുന്ന ക്ലാരിറ്റി 11:15 ആകുമ്പോൾ മരിക്കുന്നു. ഒരു കുഞ്ഞ് നാട്ടുകാർ അറിയിക്കുന്നില്ല.
മരിക്കുന്നത് സ്ഥിരീകരിക്കുന്നതാവട്ടെ മകനും അമ്മയും അത് സ്ഥിരീകരിക്കുന്നു. അതിനുള്ള പ്രത്യേക വൈദഗ്ധ്യം ഇളയ മകൻ നേടിയിട്ടുണ്ട്. പക്ഷേ അത് ശാസ്ത്രീയ വൈദഗ്ധ്യമല്ല. സമാധി അടയുന്നതിലുള്ള വൈദഗ്ധ്യം അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വൈദഗ്ധ്യം നേടി ശാസ്ത്രീയമായ പരിശോധനയാണ് അദ്ദേഹം എന്നിട്ട് പറയുന്നത്. അതിലൊന്നാണ് ഈ പറയുന്ന വയറ് മുന്നോട്ടും പിന്നോട്ടും പോകുന്നത് എന്ന് പറഞ്ഞാൽ ശ്വാസോച്ഛ്വാസം നടക്കുന്നില്ല എന്നുള്ളത് ശാസ്ത്രീയമായ യുക്തിയാണ്, അത് വിശ്വാസപരമായ യുക്തിയല്ല. മിടിപ്പ് അതൊരു ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയാണ്. ഈ രണ്ട് പരിശോധനയും അദ്ദേഹം നടത്തി ശാസ്ത്രീയമായ യോഗ്യതയില്ലാതെ. അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ശ്വാസമില്ല എന്ന് പറഞ്ഞു. അതും വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ല, ശാസ്ത്രത്തിൻ്റെ വിഷയമാണ്. അപ്പം ശാസ്ത്രീയമായിട്ടാണ് അയാൾ സംസാരിക്കാൻ ശ്രമിക്കുന്നത്, യുക്തിപരമായിട്ടാണ് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ അടുത്ത ഘട്ടം എത്തുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ റിലേ പോകുന്നു. അദ്ദേഹത്തിന് പിന്നെ പറയുന്നത് ഇത് സ്ഥിരീകരിക്കേണ്ടത് ഡോക്ടറല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് അല്ല, നമ്മുടെയൊക്കെ വീട്ടിൽ മരണം നടന്നാൽ നമ്മളല്ലേ സ്ഥിരീകരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. അത് പ്രായമായ ഒരുപാട് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ രാവിലെ മരിച്ചതായി കണ്ടാൽ ഏതെങ്കിലും ഡോക്ടറെ വിളിച്ച് നമ്മൾ സാക്ഷ്യപ്പെടുത്തണം. അല്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിലെ നിങ്ങളുടെ മെമ്പറുടെ സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഒരു സർട്ടിഫിക്കേഷൻ അവിടെ ആവശ്യമുണ്ട്. അപ്പോൾ ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം. അതിനുള്ളൊരു നിയമവ്യവസ്ഥയുണ്ട് നമ്മുടെ നാട്ടിൽ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ഒരു സമാധിയും ഔദ്യോഗികമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഇന്നേ വരെ ഇന്ത്യ രാജ്യത്ത് ഒരുപാട് ശ്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഒരുപാട് പേര് സമാധി അടയാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, സമാധി ഇരിക്കാൻ പോയിട്ടുണ്ട്. പക്ഷേ ആരെയും സമാധി അടഞ്ഞു എന്ന് പറഞ്ഞ് സർക്കാർ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സർക്കാരിന് കഴിയില്ല. ഒന്നുകിൽ ഇതൊരു സ്വാഭാവിക മരണം, അതല്ലെങ്കിൽ അസ്വാഭാവിക മരണം, കൊലപാതകം, ആത്മഹത്യ, ഇങ്ങനെയൊക്കെയുള്ള അപകട മരണം, ഇങ്ങനെയൊക്കെയുള്ള കാറ്റഗറികളിലായിട്ടാണ് മരണം രേഖപ്പെടുത്തപ്പെടാറ്. ഇവിടെ ഈ രീതിയിൽ മരണം രേഖപ്പെടുത്തപ്പെടാൻ ഈ കുടുംബത്തിന് താല്പര്യമില്ല. അതിന് അവർ പറയുന്നൊരു കാര്യം ഈ പറഞ്ഞതുപോലെ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു എന്നാണ്. ഇതിൽ കൗതുകകരമായൊരു കാര്യം, സമാധി അടയാൻ പോയ ഒരാൾ ബ്ലഡ് പ്രഷറിന് മരുന്ന് കഴിച്ചത് എന്തിനാണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഷുഗറിന് മരുന്ന് കഴിച്ചിട്ട് പോയത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. പൊടിയരിക്കഞ്ഞി കുടിച്ചിട്ടാണ് സമാധി അടയാൻ പോയത് എന്നും പറയുന്നു. അപ്പോൾ ഇതൊക്കെ അതിനകത്തെ പ്രത്യക്ഷത്തിലുള്ള വൈരുദ്ധ്യങ്ങളാണെങ്കിൽ തമ്മിൽ കണക്ട് ആവുന്നില്ല. പൊടിയരിക്കഞ്ഞി കുടിച്ച് പൂജ ചെയ്യാനായി ഒരു സ്വാമി പോകും. അല്ല, അത് പോകും. പക്ഷേ പൊടിയരിക്കഞ്ഞി കഴിച്ച് പൂജ ചെയ്യാനായിട്ട് പോകും. പൂജ ചെയ്തു. പക്ഷേ പൊടിയരിക്കഞ്ഞി കഴിച്ച് സമാധിയാവാൻ പോകുന്നില്ല. ഇനി പൊടിയരിക്കഞ്ഞി കഴിച്ച് വിശപ്പുള്ളത് കൊണ്ട് സമാധിയാവുന്നതിന് മുൻപ് ആ വിശപ്പ് മാറാൻ വേണ്ടി പോയാൽ പോലും ബ്ലഡ് പ്രഷറിനുള്ള മരുന്ന് കഴിച്ചിട്ട് പോകേണ്ടത് എന്തിനാണ്? സമാധിക്ക് ബ്ലഡ് പ്രഷറിൻ്റെ ഗുളികയുടെ പ്രസക്തി എന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. അതവിടെ നിൽക്കട്ടെ, അതൊക്കെ ഈ വൈരുദ്ധ്യങ്ങളുടെ പ്രശ്നം. പക്ഷേ ഞാൻ അതിലേക്കല്ല പോകുന്നത്. അത്തരം വൈരുദ്ധ്യങ്ങളൊക്കെ ഉണ്ടോ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വിദ്യാ ഏലസ് വാങ്ങി കിട്ടുന്ന ആൾക്കാരുണ്ട്. ഭാര്യയെ ഭർത്താവിന് സംശയമുണ്ടെങ്കിൽ ഏലസ് വാങ്ങി കിട്ടുന്ന ആളുകളുണ്ട്. നാട്ടിൻ പുറത്ത് ധനാകർഷണ ഭൈരവ യന്ത്രം കൊണ്ടുവരുന്ന മനുഷ്യരുണ്ട്. ഇവരിൽ നിന്നൊന്നും ഒട്ടും വ്യത്യസ്തമേ അല്ല ഈ കുടുംബം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതിൽ വലിയ അത്ഭുതമൊന്നും ഞാൻ കാണുന്നില്ല. നേരത്തെ താങ്കൾ പറഞ്ഞതാണ് അതിലത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. എന്തുകൊണ്ടാണ് നമ്മുടെ ഈ നാട്ടിൽ സാക്ഷരതയുണ്ടെന്ന് പറയുന്ന ഈ നാട്ടിൽ അന്ധവിശ്വാസം നിർമ്മാർജ്ജന നിയമം കൊണ്ടുവരാൻ പറ്റാത്തതിന് എന്താ കാരണം? എന്താ? ധബോൽക്കറിന്റെ മരണം നടന്നതിന് ശേഷമാണ് മഹാരാഷ്ട്രയിൽ ഈ സംഭവം നടന്നത്. എന്താണ്? 2013 മഹാരാഷ്ട്രയിൽ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം കൊണ്ടുവരുന്നത്. അവിടെ വളരെ കൃത്യമായിട്ട് എണ്ണി പറഞ്ഞു. പക്ഷേ അവിടെ അന്ധവിശ്വാസത്തിനൊരു കുറവില്ല കേട്ടോ. അത് വളരെ കൃത്യമായിട്ട് അവിടെ നടക്കുന്നുണ്ട്. ആൾദൈവങ്ങളും മഹാരാഷ്ട്രയിലും പ്രാന്ത പരിസരങ്ങളിലും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരെണ്ണം കൊണ്ടുവന്നു 2017 തോന്നുന്നു. കർണാടകയിൽ കൊണ്ടുവരുന്നുണ്ട്, കൽബുർഗിയുടെ കർണാടകയിൽ. അവിടെയും അന്ധവിശ്വാസം അത് മഹാരാഷ്ട്രയിലാണ് ശക്തമായ നിയമം. മഹാരാഷ്ട്രയിലാണ് ഏറ്റവും ശക്തമായ നിയമം. പിന്നെ കർണാടകയിൽ കൊണ്ടുവരുന്നു. അതിനു മുൻപ് തന്നെ ബീഹാറിലുണ്ട്, ഛത്തീസ്ഗഡിലുണ്ട്, ഒഡീഷയിലുണ്ട്. അപ്പോൾ ഇങ്ങനെ 7-8 സംസ്ഥാനങ്ങളിൽ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം പേരിനെങ്കിലുമുണ്ട്. പക്ഷേ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മാത്രം അത് നടപ്പിലാക്കാൻ കഴിയാതെ പോകുന്നതിന് പിന്നിൽ ഒരു വലിയ സമ്മർദ്ദം, ഒരു വലിയ ലോബി നമ്മുടെ മുന്നിലുണ്ട്. പല ആൾക്കാരുടെയും ആപ്പീസ് പൂട്ടും എന്നതുകൊണ്ട് തന്നെയാണ് ഇത് നടത്താൻ കഴിയാതെ പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. നാള് ചേർച്ച, അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സ്പേസ് ഡോക്കിങ്ങിനെ കുറിച്ച് നമ്മൾ ഒരേ സമയം വാർത്ത കൊടുക്കുകയും ചൊവ്വാഗ്രഹത്തിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് ഗ്രഹനില നോക്കാൻ വേണ്ടി പോവുകയും ചെയ്യുന്ന മനുഷ്യൻ ജീവിക്കുന്ന ഒരു അത്ഭുതകരമായ ഒരു സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങൾക്കല്ലാതെ ഒന്ന് ആലോചിച്ച് നോക്കി, ഡോക്കിങ്ങിനെ കുറിച്ച് പഠിക്കുന്ന മനുഷ്യർ അതേസമയം, ഡോക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഭ്രമണപഥത്തിൽ 2 ഉപഗ്രഹങ്ങളെ എങ്ങനെ ബാംഗ്ലൂരുവിലെ ഒരു സെൻറ്ററിൽ ഇരുന്ന് കൂട്ടിയോജിപ്പിക്കാൻ ശ്രമം നടത്താം എന്ന് പറയുന്ന അതേ മനുഷ്യർ ഗ്രഹനില ചേരാത്തതിനെക്കുറിച്ച് വിഷമിക്കുന്ന ഒരു നാട്ടിലായിരിക്കുന്നത്. 2 ഉപഗ്രഹങ്ങളെ ശൂന്യാകാശത്ത് വെച്ച് ചേർക്കാൻ മനുഷ്യൻ ശാസ്ത്രീയമായി ശ്രമിക്കുന്നത് ഒരു വശത്തും, ഗ്രഹനില ചേരാത്തതിനെക്കുറിച്ച് കൊണ്ടുവരപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ മറുഭാഗത്തും ജീവിക്കുന്ന ഒരു നാട്ടിൽ സ്വാഭാവികമായി ഇത് സംഭവിക്കും. ഇതെന്തുകൊണ്ടെന്നാൽ നമ്മൾ പഠിക്കുന്ന പഠന രീതിയിൽ ഈ വ്യക്തികളെ രണ്ടുപേരും ഒരുപാട് വിദ്യാഭ്യാസമൊന്നുമില്ല, ഒട്ടും വിദ്യാഭ്യാസം ഇവർക്ക് കാര്യമായിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഒരാൾ ഇദ്ദേഹം ചുമട്ടുതൊഴിലാളിയായി CATയുടെ ഒക്കെ നല്ല ഒന്നാന്തരം ഉശിരുള്ള ചുമട്ടുതൊഴിലാളിയായിരുന്നു ഈ ഗോപൻ എന്ന് പറഞ്ഞാൽ. പിന്നീട് സ്വാമിയായി മാറി. അപ്പോൾ ഗോപൻ സ്വാമിയുടെ പൂർവ്വജന്മത്തിൽ, അങ്ങനെയാണല്ലോ അവരുടെ ഭാഷ, BMS ആയിരുന്നു. CAT എന്നാണെന്ന് പക്ഷേ അവരുടെ അമ്മ ജ്യേഷ്ഠ പറഞ്ഞത്
ആണോ? എന്താണെങ്കിലും ശരി, അതൊരു ട്രേഡ് യൂണിയൻ, ഒരു ട്രേഡ് യൂണിയൻ. അപ്പോൾ ഒരു ട്രേഡ് യൂണിയൻ സംഘടനയിൽപ്പെട്ട് പ്രവർത്തിച്ച ഒരു മനുഷ്യൻ പിന്നീട് സ്വാമിയായിട്ട് മാറുന്നു. അതൊക്കെ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് എല്ലാ അവകാശങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് സ്വാമിയാവണോ, നിങ്ങൾക്ക് ഗൃഹസ്ഥാശ്രമിയാവണോ, നിങ്ങൾക്ക് സിംഗിൾ ബാച്ചിലായിട്ട് ജീവിക്കണോ, അതൊക്കെ തീർച്ചയായിട്ടും അത് അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ കൗതുകകരമായ ഒരു കാര്യം, ഇതിനെക്കുറിച്ച് പരിഹസിക്കുന്ന മനുഷ്യർ ഈ പരിഹസിച്ച് കഴിഞ്ഞതിന് ശേഷം പോകുന്നത് ഇതിന് സമാനമായിട്ടുള്ള പണികളിലാണ് ഏർപ്പെടാൻ പോകുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇതിനകത്തൊരു ഇരട്ടത്താപ്പ് നമ്മൾ പൊതുവെ മലയാളികൾക്കുണ്ട് എന്നുള്ളത് നമ്മൾ സ്വയം അംഗീകരിക്കണം. അതുകൊണ്ടാണ് ഇത്തരം സാഹചര്യങ്ങളെ വളരെ വേഗം കമ്മ്യൂണൽ ഫോഴ്സസിന് ഒരു ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, വളരെ കൃത്യമല്ലേ, ഒരു മരണം നടന്നാൽ അതിൽ ഒരു അസ്വാഭാവികതയുണ്ടെന്ന് കണ്ടാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നടത്തേണ്ടത് എന്താ? പോസ്റ്റ്മോർട്ടമാണ്. ആ പോസ്റ്റ്മോർട്ടം നടത്തുന്നത് ഇനി പള്ളിയുടെ കല്ലറ വിളിച്ചിവിടെ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ട്, ഇല്ലേ? അഭയ കൊലക്കേസ് നമുക്കറിയാലോ എങ്ങനെയാണെന്ന്. അഭയ നടന്നതിന് ശേഷം എങ്ങനെയാണ് അവിടെ ശാസ്ത്രീയമായിട്ടുള്ള പരീക്ഷണങ്ങൾ നടന്നത്, എങ്ങനെയാണത് തെളിയിച്ചത്, എങ്ങനെയാണ് സൈനൈഡ് കഴിച്ച ജോളിയുടെ കൊലപാതകത്തിൻ്റെ പരമ്പര കല്ലറ പൊളിച്ച് പുറത്തെടുത്തത് എങ്ങനെയാണ്? അപ്പോൾ അവിടെയൊന്നും ഇല്ലാത്തൊരു പവിത്രതയും ആ അർത്ഥത്തിലില്ല. ഇതിൽ ഏതെങ്കിലും തരത്തിൽ വർഗീയത കലർത്താൻ ശ്രമിക്കുന്നവർ അറിഞ്ഞോ അറിയാതെയോ ഭരണഘടനാ ലംഘനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കലാണ്. അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ ഇന്ന് ഐക്യവേദിയുമായിട്ട് സംസാരിച്ചു. ഐക്യവേദിയിൽ ആർ വി ബാബുവിന് ആ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ ബോധ്യമാണ്. ഇവർ പറയുന്നത് പോലെ അത്രയ്ക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ആർ വി ബാബു പറഞ്ഞത് ആ കുടുംബത്തെ ഒന്ന് ബോധ്യപ്പെടുത്തണം എന്ന് മാത്രമാണ്. മറ്റു ചില ആളുകൾ ആ സമയത്ത് ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വന്നു. അതും ശരിയല്ല. ഏതെങ്കിലും തരത്തിൽ ഇതൊരു കിട്ടിപ്പോയൊരു അവസരമായി, അതൊരു സമുദായത്തെ ഒന്നും പറയേണ്ട, ഇതിനേക്കാൾ മെച്ചപ്പെട്ട ആൾക്കാർ അപ്പുറത്തെ സൈഡിലും ഉണ്ട്. നല്ല ഒന്നാന്തരം അന്ധവിശ്വാസികളായിട്ടുള്ളവർ എല്ലാ സമുദായങ്ങളിലും ഒരേപോലെ സഹകരിച്ച് ആ ബിസിനസ് കൊണ്ടുപോകുന്നൊരു നാടാണ് നമ്മുടെ നാട് എന്ന് പറയുന്നത്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ വിശ്വാസം അന്ധവിശ്വാസമായി രൂപപ്പെടാതെ അല്പമെങ്കിലും ജാഗ്രതയോടുകൂടി ഇരിക്കുന്നു. എന്നാൽ ചില സമയത്തെങ്കിലും അവരുടെ നിയന്ത്രണം വിട്ടുപോകും. ചില സമയത്ത് അവരുടെ വിശ്വാസം അന്ധവിശ്വാസമായിട്ട് മാറും. പല ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. അതൊക്കെ സ്വകാര്യമായ ചോയ്സുകളാണ്. നമുക്കതിലേക്കൊന്നും കടന്നിറങ്ങി എത്തത്തില്ല. ലോ ആൻഡ് ഓർഡറിനെ അത് ബാധിക്കാത്ത സാഹചര്യത്തിൽ, നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായും അത്തരം ഘട്ടങ്ങളിൽ ശാസ്ത്രീയമായ മനോവൃത്തി എന്നുള്ളത് പൊതുവായ സമൂഹത്തിനാണ് ഉണ്ടാവേണ്ടത്. സമൂഹത്തിൻ്റെ ജാഗ്രത വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51AH നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് നിരന്തരം ഉണ്ടാകേണ്ടത് ശാസ്ത്രീയമായ മനോവൃത്തിയാണ്, ശാസ്ത്രീയമായ നിങ്ങളുടെ മനോവിചാരങ്ങൾക്കൊപ്പം അന്വേഷണത്വരയാണ്, മാനവികതയാണ്, സയൻറ്റിഫിക് ടെമ്പർ, ഹ്യൂമാനിസം, അതേപോലെ റിഫോം, പരിഷ്കരണക്ഷമത, ഇതൊക്കെയാണ് നിങ്ങൾക്ക് സ്പിരിറ്റ് ഓഫ് എൻക്വയറി, ഇതൊക്കെയാണ് നമ്മൾക്ക് കുട്ടികൾക്കും ഉണ്ടാകേണ്ടത്. അതല്ലാതെ കുട്ടികളെ ഏതെങ്കിലും സിദ്ധൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇരുത്തി ഈ പറയുന്ന അന്ധവിശ്വാസങ്ങൾ പഠിപ്പിച്ചു കൊടുക്കലല്ല. ALS കൊണ്ട് ഇന്നേ വരെ ഒരു പ്രശ്നവും പരിഹരിച്ചിട്ടില്ല. വൈദ്യൻ്റെ സാമ്പത്തിക പ്രശ്നം പരിഹരിച്ചു എന്നതിനും അപ്പുറത്തേക്ക് കാര്യമായിട്ടൊന്നും പരിഹരിക്കപ്പെടാനും പോകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിനെയൊക്കെ ഏതെങ്കിലും മതവുമായിട്ട് കൂട്ടി യോജിപ്പിക്കാനും നമുക്ക് കഴിയില്ല. മതത്തിന് അതിൻ്റേതായ രീതിയും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോകും. പക്ഷേ ഇതിനെ ചൂഷണം ചെയ്യുന്നവരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അങ്ങനെ ആൾദൈവമായിട്ട് ഉയർന്നു വരാൻ വേണ്ടി എന്തെല്ലാം അഭ്യാസങ്ങൾ നമ്മുടെ നാട്ടിൽ മനുഷ്യർ കാണിക്കുന്നു, എന്തെല്ലാം കാര്യത്തിൽ. ഒരു സന്തോഷ് മാധവൻ അല്ലേ, അങ്ങനെ പേരുള്ള സന്തോഷ് മാധവൻ എന്ന് പേരുള്ള ഒരു സ്വാമി ഒടുവിൽ ജയിലിൽ കിടന്നില്ലേ? എത്ര ആരാധകരായിരുന്നു സന്തോഷ് മാധവൻ ഉണ്ടായിരുന്നത്. കന്യാപൂജയായിരുന്നു അദ്ദേഹത്തിന്റെ ഹോബി. പിന്നെ മരിച്ചുപോയി. പിന്നീട് പീഡിപ്പിക്കലായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ആൾദൈവങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം കൊണ്ടുവരാത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, അത് നിലവിൽ കർശനമായി നടപ്പാക്കാൻ ഈ രാജ്യത്ത് ഒരാൾ തീരുമാനിച്ചാൽ അത് ആൾദൈവങ്ങളുടെ പണി പൂട്ടും എന്നുള്ളത്. അത് എളുപ്പമല്ല. കാരണം വെച്ചാൽ അത് അഡ്രസ്സ് ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ. രാഷ്ട്രീയത്തിൽ എപ്പോഴും ആൻഡ്രൂ സർ സംസാരിക്കുന്നത് അതിൻ്റെ ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ഉണ്ടല്ലോ ഇതിനകത്ത്. ആ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഘാതമായിട്ട് നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വെച്ചാൽ ഇപ്പം നിയമനിർമ്മാണം കൊണ്ടുവരികയാണെങ്കിൽ കടുത്ത നടപടികളിലേക്ക് പോകേണ്ടി വരുമല്ലോ. ആരെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? പലതരത്തിലുള്ള ആചാരങ്ങളുണ്ട്. പലതരത്തിലുള്ള ആചാരങ്ങൾ അന്ധവിശ്വാസങ്ങളിലേക്ക് വരുന്ന ആചാരങ്ങളാണ്. ആ ആചാരങ്ങളുടെ ഒക്കെ തന്നെയും പിന്നെ അതിന് കടിഞ്ഞാണിടുക എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എത്രത്തോളം സാധ്യമാണ്? അതിൻ്റെ ഒരു വലിയ വെല്ലുവിളിയാണ്. ആ അർത്ഥത്തിൽ യഥാർത്ഥത്തിൽ സ്റ്റേറ്റ് ഇതിനകത്ത് ആൻസറബിൾ ആണ് കേട്ടോ. ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനമായും ആൻസറബിൾ ആയിരിക്കുന്നത് സ്റ്റേറ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് കളക്ടർ ഇപ്പോൾ ഉത്തരവിട്ടിട്ടുണ്ട്. അതാണ് ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം നടത്തുക എന്നുള്ളത്. ഞാൻ മുമ്പ് ഒരു ഉദാഹരണം പറഞ്ഞിട്ടില്ല. ഇപ്പം നമ്മൾ കള്ളനോട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കറൻസി ആരെയും നിരോധിച്ചിട്ടില്ലല്ലോ. കറൻസി അടിക്കുന്നത് നിരോധിച്ചിട്ടില്ല, കള്ളനോട്ട് ഉണ്ട്. പക്ഷെ നമ്മൾ അതിനെ എങ്ങനെയാണ് മറികടക്കുന്നത്? ശക്തമായ നിയമങ്ങളിലൂടെയാണ്. ആ കള്ളനോട്ട് അടിക്കുന്ന ആളുകളെ പിടിച്ച് ജയിലിലിടും, അല്ലെങ്കിൽ അതിന് കടുത്ത ശിക്ഷ നൽകും എന്ന് പറയുന്ന ഒരു രീതിയിൽ ആ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത്. ആ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ടുള്ള നിയമനിർമ്മാണം നടത്താൻ കഴിയാതെ പോകുന്നത് ഈ പറയുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമാണെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് കർണാടകയിലെ നിയമത്തിൽ ഒരു രസകരമായ പ്രൊവിഷനുണ്ട്. മന്ത്രവാദം ഈ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമപ്രകാരം നിരോധിച്ചിരിക്കുന്നു. മന്ത്രവാദം നിരോധിച്ചാൽ നമ്മുടെ കേരളത്തിലെ പല ആചാര്യന്മാരുടെ ആപ്പീസ് കൂട്ടത്തിൽ
ഈ മന്ത്രവാദം കൊണ്ട് മാത്രം ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ഇനി മനുഷ്യത്വരഹിതമായ ദുരാചാരങ്ങൾ അവ പ്രചരിപ്പിക്കൽ, ഈ പ്രചരിപ്പിക്കുന്ന ഈ പറയുന്ന ചാത്തന്മാരുമായിട്ട് ബന്ധപ്പെട്ട ചാത്തൻ സേവകൾ എന്ന് പറഞ്ഞ് പത്രങ്ങൾ തന്നെ പരസ്യം ചെയ്യാറുണ്ട്. നമ്മുടെ ചാനലിൽ അത്തരം പരസ്യങ്ങൾ എടുക്കുന്ന അറബി മാന്ത്രികമുണ്ട്, അറബി മാന്ത്രികം, പലതരം മാന്ത്രികമുണ്ട്. അപ്പം മതപരമായ ഉത്സവങ്ങളിലും ആചാരങ്ങളിലും നിർബന്ധിച്ച് തീ കൊളുത്തി നടക്കാൻ പ്രേരിപ്പിക്കുന്നത്, മറ്റേ തീക്കനലാട്ടം പോലുള്ള സാധനങ്ങളുണ്ടല്ലോ, അത് ഗരുഡൻ തൂക്കം എന്ന് പറയും. കൊച്ചു കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ഈ ഇത് കയറ്റിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതേപോലെ ശൂലം കയറ്റിയിട്ടുള്ള പരിപാടികൾ, താടിയെല്ലിൻ്റെ വശത്ത് കമ്പുകൾ തുളച്ച് കയറ്റുന്നത് 7 വർഷം മുതൽ തടവ് ശിക്ഷയാണ്. 5000 മുതൽ 50,000 രൂപ വരെ പിഴയും. ശിക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ പേര് പ്രാദേശിക പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയും കൂടി വേണം എന്നുള്ളതാണ് കർണാടകയിലെ നിയമത്തിൻ്റെ ഒരു പ്രൊവിഷനായിട്ട് പറയുന്നത്. ഇനി മഹാരാഷ്ട്രയിലുമുണ്ട് നരബലി, മനുഷ്യത്വരഹിതമായ ആചാരങ്ങൾ. അതും 6 മാസം മുതൽ 7 വർഷം വരെ തടവും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതൊന്നും നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാതെ പോകുന്നതിൽ ഈ പറയുന്ന സമൂഹത്തിന് ഉത്തരവാദിത്വമുണ്ട് എന്നുകൂടിയാണ് നമ്മൾ പറയുക. നമ്മൾ ഒരുമിച്ച് തന്നെ അത് പറയണം. ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും വളരെ ശാസ്ത്രീയമായ മനോവൃത്തിയോടുകൂടി അവരുടെ ചെറിയ ചെറിയ വിശ്വാസങ്ങൾ, ആരെയും ബാധിക്കാത്ത തരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള വിശ്വാസങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാവണം. അതിനൊരു ഓർഗനൈസ്ഡ് ക്രൈമിൻ്റെ സ്വഭാവത്തിലേക്കൊക്കെ വന്നാൽ കാര്യങ്ങൾ മാറി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനെ വർഗീയവൽക്കരിക്കാൻ ആര് ശ്രമിച്ചാലും അതിനോട് നമുക്ക് പിന്തുണയ്ക്കാനും കഴിയില്ല. സത്യം അറിയണം സമാധിയിൽ എന്നാണ് എൻ്റെ ടേക്ക്. സമാധിയിൽ സത്യം അറിയേണ്ടത് നിർബന്ധമാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മുടെ നാട്ടിൽ വിശ്വാസവും അന്ധവിശ്വാസവും എന്താണെന്ന് സർക്കാരും എന്താ പറയുക എല്ലാ സംവിധാനങ്ങളും ജനങ്ങളെ ബോധവൽക്കരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഏക അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. വർഷങ്ങളായി എനിക്ക് തോന്നുന്നു റിപ്പോർട്ടർ TV തുടങ്ങിയ കാലത്ത് കാണാത്ത കേരളം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു റിപ്പോർട്ടർ TVയിൽ. അന്ന് ഇത് 10 വർഷം മുന്നെയാണ്, 10-11 വർഷം മുന്നെയാണ്. ആ കാലയളവിൽ തുടങ്ങി എത്രയോ വാർത്തകളാണ് ഡെയിലി വന്നുകൊണ്ടിരുന്നത്. ഓരോ സ്ഥലത്തും ഓരോ കാണാത്ത കേരളം ചെയ്യുന്ന സമയത്ത് ഓരോ എപ്പിസോഡ് പോകുമ്പോഴും വിചിത്രമായ ആചാരങ്ങളും വിചിത്രമായ അതിനൊക്കെ ഒരു സ്വാമിമാരോ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽപ്പെട്ട പണം ഉണ്ടാക്കുക ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്ന പരിപാടി എന്നുള്ളതിനേക്കാൾ അപ്പുറം വിശ്വാസം എന്നുള്ള നിലയ്ക്ക് അതൊന്നും പോയിട്ടാണ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എന്താണ് വിശ്വാസം, നമ്മളിപ്പോൾ ഞാൻ വിശ്വാസിയാണ്, എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം ആൾക്കാരും വിശ്വാസികളാണ്. പക്ഷെ എന്ന് വിചാരിച്ച് നമ്മൾ മരണമില്ല എന്ന് വിശ്വസിക്കുന്നില്ലല്ലോ. മരണമുണ്ട്, മരണം അതൊരു ദിവസം നടക്കും എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. വിശ്വാസത്തെ എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു എന്നുള്ളതിലാണ് ഇതിൻ്റെയൊക്കെ കാര്യം. ഇപ്പം ഞാൻ പറഞ്ഞു, ഗോപൻ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം സമാധി ഇരുന്ന ആളുടെ മേലെ ഒരു കല്ലറ ഉണ്ടാക്കി വെച്ചിട്ട് ആ കല്ലറ അസ്വാഭാവിക മരണത്തിന് കേരളത്തിൽ കേസെടുത്ത് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട പണി എന്താണ്? ആദ്യം പോസ്റ്റ്മോർട്ടം ചെയ്യണം. മനസ്സിലായി? അതാണ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ നിയമവ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം അതേ ചെയ്യാൻ പറ്റുള്ളൂ. അത് തടയാൻ കേരളത്തിൽ ആൾക്കാരുണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ പോയി നിൽക്കുന്നത് എവിടെയാണെന്ന് നോക്കിക്കേ. അന്നേരം തന്നെ രാഷ്ട്രീയമായി അതിനെ രാഷ്ട്രീയവൽക്കരിക്കുമ്പോൾ അതിനെ തടയാൻ ആൾക്കാർ വരിക, പൊളിക്കണം എന്നൊരു ടീം പറയുക, പൊളിക്കണ്ട എന്ന് പറയുന്നത്. ഇതൊക്കെ പരിഷ്കൃത സമൂഹത്തിന് പറ്റിയ ഒരു കാര്യമായിട്ട് തോന്നുന്നുണ്ടോ? ഒരിക്കലും അത് ഇല്ല എന്നുള്ളതാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, കേരളത്തിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തെ അന്ധവിശ്വാസം കൊണ്ട് മറികടക്കാൻ ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ യൂട്യൂബിലൊക്കെ ഉള്ളതാണ്. ഒരു ജോൾസിനെ ഒരാൾ ഫോണിൽ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഈ ആകർഷണ യന്ത്രം ആ യന്ത്രത്തിന് എന്താ വില എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയും 10,000 രൂപയാണെന്ന്. അപ്പോൾ വിളിക്കുന്ന ആൾ പറയുന്നു, എൻ്റെ കയ്യിൽ 10,000 രൂപയില്ല, 5,000 ഉള്ളൂ. എന്നാൽ ചെറുതൊരെണ്ണമുണ്ട്, 5,000 രൂപേൻ്റെ ഒരെണ്ണം ഉണ്ട്, തരട്ടെ എന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ ഇയാൾ തിരിച്ചു ചോദിക്കുന്നു, എന്നാൽ പിന്നെ നിങ്ങളുടെ അടുത്ത് വെച്ചാൽ പോരെ, നിങ്ങൾക്ക് ഇഷ്ടംപോലെ പണം പറ്റില്ല, ഇത് വിറ്റിട്ട് പൈസ ഉണ്ടാക്കേണ്ട ഗതികേടുണ്ടോ? അത് പ്രത്യേക രാശിയിൽ, പ്രത്യേക കൂറിൽ, പ്രത്യേക ഭാഗത്ത്, പ്രത്യേക സമയത്ത്, പ്രത്യേക രീതിയിൽ ജനിച്ചവരാക്കേ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സമൂഹത്തിലാണ് അതും വിറ്റ് കോടിക്കണക്കിന് രൂപയുണ്ടാക്കി അത് കേരളത്തിലെ ചാനലുകളിൽ ടെലികാസ്റ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സ്ലോട്ട്, 1/2 മണിക്കൂർ സ്ലോട്ടായിരുന്നു ഒരു സമയത്ത് കേരളത്തിലെ ചാനലുകൾ കാണിച്ചുകൊണ്ടിരുന്നത്. കാരണം അതിൻ്റെ ചാനലുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, പണം കിട്ടണം. 1/2 മണിക്കൂർ സ്ലോട്ട് കിട്ടിയാൽ ചിലപ്പോൾ 1.5 ലക്ഷം. ഇപ്പം നിയമപരമായിട്ട് തടഞ്ഞു. അല്ല, തടയുന്നത് വരെ കേരളത്തിലെ ചാനലുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു പരിധി വരെ പണം ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം ഇപ്പം ഗോപൻ സ്വാമി സമാധിയായി, ഗോപൻ സ്വാമീൻ്റെ മക്കൾക്കും അവർക്കുള്ള ആൾക്കാർക്കും ഇനി അങ്ങോട്ട് ജീവിച്ചു പോകണം. അപ്പോൾ അതിനുള്ളൊരു സംവിധാനമായിട്ട് അതിനേക്കാൾ അപ്പുറം ഞാനിതിനെ കാണുന്നില്ല എന്നുള്ളതിനേക്കാളും ഏറ്റവും വലിയ നമ്മുടെ പോലീസ് സംവിധാനമൊക്കെ എത്ര ദിവസമായപ്പാ. കാരണം ഒരാൾ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ട് അതിൻ്റെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് നോട്ടീസ് കൊടുക്കണം. ആ നോട്ടീസ് കൈപ്പറ്റി അതിനൊക്കെ വിചിത്രവാദങ്ങളല്ലേ. നോട്ടീസ് കൊട്ടി അത് കഴിഞ്ഞ് പൊളിക്കാൻ അനുമതി കൊടുക്കണം. അങ്ങനെയാണോ ജോളിയുടെ കല്ലറ പൊളിച്ചതും ഈ പറയുന്ന എത്രയോ സ്ഥലങ്ങളിൽ അസ്വാഭാവിക മരണമായി ബന്ധപ്പെട്ട സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിന് ആൾക്കാരെ പേടിക്കുകയാണ്. അപ്പം ഞാൻ പറയുന്നത് നിയമത്തെ സ്ട്രോങ് ആയിട്ട് നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ജോലി വിഷയവും ഇതും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയില്ല. ഇതിനകത്തൊരു വിശ്വാസത്തിന്റെ എലമെന്റ് ഉണ്ട്, അവിടെയാണ് പ്രശ്നം. ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗങ്ങൾ തിരിയുന്നു. ജോളി ശ്രമിച്ചിരുന്നു കേട്ടോ, ജോളി അന്ന് കത്തൊക്കെ എഴുതിയിരുന്നു, ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്, കല്ലറ പൊളിക്കാൻ അനുവദിക്കരുത് എന്ന് ആവശ്യപ്പെട്ടൊക്കെ എഴുതിയിരുന്നു. ഞാൻ പറയുന്നത് ഇദ്ദേഹം കൊലപാതകം
കൊലപാതകം നടത്തിയതല്ലയോ എന്നുള്ളത് എങ്ങനെ തെളിയിക്കാൻ പറ്റും? അവിടെയാണ് പ്രശ്നം. അല്ല, ഞാൻ പറയുന്നത് അതാണ്. അവിടെ ഒരു വിശ്വാസത്തിന്റെ പ്രശ്നമൊന്നുമില്ല. എന്ത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്? ഒരാളെ കല്ലറയിൽ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹം ശ്വാസം കിട്ടാതെ മരിച്ചതാണോ? അതാ ഞാൻ പറയുന്നത്, ഒരു കൊലപാതകം നടന്നു എന്നുള്ളതാണ്. അവിടെ എന്ത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്? ഞാനതിൽ വിശ്വാസം അവിടുത്തെ ഒരു പ്രശ്നം അതാണ്. അതായത് ഒരു ജീവന്റെ തുടുപ്പുണ്ടെങ്കിൽ തന്നെ ഈ കല്ലറയ്ക്കകത്തായി കഴിഞ്ഞാൽ പിന്നെന്താ അവസ്ഥ? അങ്ങനെ ഒരു മനുഷ്യൻ ഇപ്പൊ നമ്മളിപ്പോ ഞാനീ പറഞ്ഞ മംഗലാപുരത്ത് കൊണ്ടുവരുന്ന സംസ്കാര ചടങ്ങ് തീരുമാനിച്ചു. അതാണ് ശാസ്ത്രീയമായി ഒരാൾ മരിച്ചു എന്ന് തെളിയിക്കാതെ ആ ആളെ ഒരു കല്ലറയിട്ട് മൂടി എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മരിച്ചിട്ടാണോ എന്നുള്ളത് തെളിയിക്കാൻ പറ്റുന്ന പോസ്റ്റ്മോർട്ടത്തിൽ കൂടെ മാത്രമല്ലേ പറ്റുള്ളൂ. അത് ആർക്കറിയാം? അത് അവിടെ വരുന്ന RDOയ്ക്ക് അറിയാം, ഇത് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് അറിയാം, സർക്കാരിനറിയാം, എല്ലാവർക്കും അറിഞ്ഞുകൂടാ. അവിടെ ജനങ്ങൾക്ക് ഇത് തടയാൻ വരുന്ന വക്കീലന്മാരാണ് വന്ന് തടയുന്നത്. അതായത് അവർക്കറിയില്ല എന്നിട്ടോ അതിനെ അന്വേഷിക്കാൻ വേണ്ടി ഹൈക്കോടതിയിലേക്ക് വരികയാണ്. ഒന്ന് അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിക്കേ. ആ പറയുന്ന സംവിധാനം നാളെ ഇപ്പോൾ ഹൈക്കോടതി പൊളിക്കണ്ട എന്ന് പറയുന്നത് വിചാരിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല പൊളിക്കണ്ട, ഒരിക്കലും ഇല്ല. അപ്പം അതിന് ഞാൻ പറയുന്നത് 1 മണിക്കൂർ പോലും ഇതിൻ്റെ ഒരു സമയം കളയണ്ട. അത് എത്ര വലിയ, ഞാൻ പറയുന്നത് ഇതിനിങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അടുത്ത ആൾക്ക് ചെയ്യാനുള്ള ഒരു തൻ്റെ ഇടം വരികയല്ലേ. അല്ല, ഇവിടുത്തെ പ്രശ്നം ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ എന്ന് പറഞ്ഞൊരു വിഷയം വരുന്നു. ഇതൊരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ എന്ന് പറയുന്ന പ്രശ്നം അവിടെയാണ് പ്രശ്നം. ഞാൻ പറയുന്നത് ഞാൻ മിനിഞ്ഞാന്നത്തെ കല്ലറ പൊളിക്കുന്ന ദിവസം അവിടുന്ന് തിരിച്ചു പോയ സംവിധാനത്തോട് ഒരിക്കലും യോജിക്കുന്നില്ല. അതൊക്കെ സർക്കാർ സ്ട്രോങ് ആയ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നത്. ദുരുപയോഗം ചെയ്യാൻ അവിടെ കുറച്ച് അല്ല, അവിടെ ശരിക്കും പോലീസ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ സമാധിയായ മട്ടിൽ അവർക്ക് നിൽക്കേണ്ടി വന്നിട്ടുണ്ടെന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. നമ്മുടെ സമൂഹം പോയി നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്നുള്ളത് അതാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഹിമാലയ സാനുക്കളിലൊക്കെ സന്യാസിമാർ അവരൊക്കെ അതെ, അല്ല അവിടെയൊക്കെ ആൾക്കാർ പോയി സമാധി ഇരുത്ത് തിരിച്ചു വരും. സമാധി ഇരുന്നിട്ട് പിന്നെ അവിടെ മരിച്ചു പോയി സമാധി ഭക്ഷണവും കഴിക്കാതെ കുറേ നാളിരുന്ന് ചിലപ്പോൾ മരിച്ചു പോയ ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ സമാധിയായി അങ്ങനെയൊക്കെ പറയുന്നുണ്ടാവും. പക്ഷേ പല ആൾക്കാരും ധ്യാനത്തിലിരുന്ന് തിരിച്ചു വരുന്നതിനെയാണ് സമാധി എന്നുള്ളത് എനിക്കറിയാവുന്ന. ഞാൻ പഠിച്ച സംവിധാനത്തിലൊക്കെ അതാണ് സമാധി ഇരുന്ന് തിരിച്ചു വരികയെന്ന്. ഇവിടെ എന്താണ് സമാധി ഇരുന്ന് മരിച്ചുപോയി. അപ്പം രാവിലത്തെ ഡിസ്കഷനിൽ അരുൺ സാർ ചോദിക്കുന്നുണ്ട്, അപ്പം മരിച്ചു കഴിഞ്ഞാൽ വീഴില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഷുഗറിന് മരുന്ന് കഴിക്കുന്നുണ്ടോ, പ്രഷറിന് മരുന്ന് കഴിക്കുന്നുണ്ടോ? പ്രഷർ കഴിക്കുന്നത്. കഞ്ഞി കുടിച്ചിട്ടാണോ പോയത്? അപ്പം ഇതെന്താണ്? അപ്പം നമ്മുടെ ശാസ്ത്രീയമായ സംവിധാനങ്ങളെ ഒന്നും നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പം അതിനെന്താണ്? അതിലൊരു മരണം സംഭവിച്ചു. ആ മരണം സംഭവിച്ചുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോഴും ആ കുടുംബം കരുതുന്നത് എന്താ അറിയോ? മരിച്ചത് എൻ്റെ അച്ഛനല്ലേ, നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്നുള്ള അതാണ് പ്രശ്നം. പക്ഷെ പ്രശ്നം മരിച്ചത് ഈ സ്റ്റേറ്റിലെ ഒരു പൗരനാണ്, സ്റ്റേറ്റിലെ ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു മരണം എന്നുള്ളത് സ്റ്റേറ്റിന്റെ ഒരു വിഷയമാണ്. അത് ഈ പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് എന്താ ഇതിനകത്ത് കാര്യം? ഈ കേസിലെ വാദി സ്റ്റേറ്റ്. അതെ, ഇത് മറ്റേ കൈലാസ്വാമിയെ പോലെയുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതായത് സ്വന്തമായിട്ട് രാജ്യമൊക്കെ ഉണ്ടാക്കുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. അത് തന്നെ. അപ്പോൾ അതൊരു തരം ഹലൂസിനേഷൻ ആണ്. ആ ഹലൂസിനേഷനിൽ നിന്ന് അവർ പുറത്തു വരും. പക്ഷേ ഈ ഹലൂസിനേഷനുള്ള ഒരുപാട് പേര് ഏറിയും കുറഞ്ഞും ഒക്കെ നമ്മുടെ നാട്ടിലും ജീവിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങളിലേക്ക് പോവില്ലെന്നേ ഉള്ളൂ. കാരണം അവർക്ക് അതിൻ്റെ വരുംപരായികളെ കുറിച്ച് ഏകദേശ ധാരണയുണ്ട്. കാര്യം നിയമവ്യവസ്ഥയോടെ അവർ കളിക്കാൻ നിൽക്കില്ല എന്നുള്ളതാണ്. കേരളത്തിലെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ട് കേട്ടോ. നമ്മളില്ല എന്ന് പറഞ്ഞാൽ കണ്ണടച്ചിട്ടാക്കിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അവിടെ എത്തിയൊരു നാട്ടുകാരൻ പറയുന്നുണ്ട്, ഇത് മാത്രമല്ല ഇതുപോലെ ഇവിടെ നേരത്തെയും ഇങ്ങനെ സമാധി ഇരുന്നിട്ടുണ്ട്, സമാധി സ്ഥലങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എവിടെയാണെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ ചിലർ ഇത് നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ കരുതുന്നില്ല കേട്ടോ, ഹിന്ദു ഐക്യവേദിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും സംഘടന അംഗീകരിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അവരുടെയൊക്കെ പ്രതികരണങ്ങൾ ആ രീതിയിലാണ്. ഇതിൽ സത്യം തെളിയണം എന്നുള്ളതാണ്. SDPI അവിടെ വന്നു. SDPI വന്നപ്പോഴാണ് ഹിന്ദു ഐക്യവേദി അവിടെ വന്നത്. അങ്ങനെയാണ് അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടായത്. പക്ഷേ അവിടെ ആ ലോക്കൽ സെക്രട്ടറി വളരെ കൃത്യമായി വന്ന് ഷാർപ്പായി വന്നൊരു വാചകം പറഞ്ഞു. അത് എന്തായാലും CPM-ന്റെ ആ ലോക്കൽ സെക്രട്ടറി എടുത്ത് അപ്പോഴത്തെ ആ സ്റ്റാൻഡ് കൃത്യമായി. അല്ല, മാത്രമല്ല ഇത്തരത്തിലൊരു വിഷയത്തെ ഒന്നും ഇതൊക്കെ ഫ്രിഞ്ച് എലമെന്റ്സ് വന്നിട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. ഇത്തരത്തിലൊരു വിഷയത്തെ ഒന്നും എടുത്ത് മോശമായി പോവുക ചെയ്യുക. അങ്ങനൊരു ഇപ്പോൾ ഹിന്ദു ഐക്യവേദി വന്നിട്ട് ഇത് സമാധിയാണെന്ന് പറഞ്ഞിട്ട് അങ്ങ് സ്ഥാപിക്കാൻ ശ്രമിച്ച ഹിന്ദു ഐക്യവേദി ഒരു ഇമേജ് എന്താ കേരളത്തിൽ? അതെങ്ങനെയാണ് SDPI വന്നിട്ട് ഇപ്പൊ പൊളിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ മുദ്രാവാക്യം വിളിച്ചപ്പോഴാണ് അവിടെ ഇടതുപക്ഷത്തിന്റെ, എനിക്ക് തോന്നുന്നു അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ രണ്ട് വിഭാഗങ്ങളായി നിന്നുകൊണ്ട് അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അത് ശരിയായ ഒരു കാര്യമല്ല.
അത് നടക്കില്ല. അത് ആരാണെങ്കിലും അവിടെ policing ആണ് വേണ്ടത്. പോലീസ് അവിടെ അവിടെ പോലീസിംഗ് ആണ് വേണ്ടത്. അവിടെ സ്റ്റേറ്റിന്റെ നിയമമാണ് പാലിക്കപ്പെടേണ്ടത്. അവിടെ മരണം സ്ഥിരീകരിക്കുകയാണ് വേണ്ടത്. ഒരു സംശയം. പക്ഷെ അവിടെ അവർ ഫെയിലിയർ ആയിരുന്നു. സബ് കളക്ടർ അല്ലല്ല, അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആണ്. മാത്രമല്ല അതിപ്പോൾ 2 ദിവസം കൂടെ കഴിഞ്ഞാലും പോസ്റ്റ്മോർട്ടത്തിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഫോറൻസിക് പരിശോധനയിൽ അതൊക്കെ വളരെ കൃത്യമായിട്ട് തെളിയും. മാത്രമല്ല അവിടെ സേഫായിട്ട് ബോഡി അവിടെ ഉണ്ടെങ്കിൽ. മാത്രമല്ല പോലീസ് ഒരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ട്, കല്ലറയ്ക്ക് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടെ പോയിട്ട് അത് എടുത്തു മാറ്റാനൊന്നും കഴിയില്ല. മൊത്തം സീൽ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് നൗ എ ക്രൈം സീൻ. ഇപ്പോൾ അതൊരു സസ്പെക്റ്റഡ് ക്രൈം സീനായി മാറിക്കഴിഞ്ഞു. അതിനെ സമാധി എന്ന് പറയണം എന്നുള്ളതായിരുന്നു അവരൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നു. പക്ഷേ നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ അങ്ങനൊരു സ്ഥലമായിട്ട്. അപ്പം എന്തായാലും അക്കാര്യത്തിൽ സത്യം തെളിയും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഒരുപക്ഷെ അവർ പറയുന്ന പോലെ മരിച്ചു പോയതിന് ശേഷം അവിടെ കൊണ്ടിരുത്തിയതാവാം. പക്ഷെ അപ്പോഴുള്ള സംശയം എന്താവും നാട്ടുകാരെ അറിയിക്കാഞ്ഞത് എന്നുള്ളതാണ്. തൊട്ടടുത്ത് ബന്ധുക്കളെ വിളിച്ച് അറിയിക്കില്ലേ എന്നുള്ളതാണ്. അല്ല, അതായത് ഈ സമാധി ആകുന്നത് ആരും കണ്ടുകൂടാ. അങ്ങനെ കണ്ടാൽ സ്വർഗാരോഹണം സാധ്യത. അത് ആയി കഴിഞ്ഞല്ലോ. അതെ, അത് കഴിഞ്ഞിട്ട് ഈ കല്ലറയിലേക്ക് വെക്കുന്ന ഇത് കാണാൻ പാടില്ല. അതും കാണാൻ പാടില്ല. അതാണ് ഈ രാജസേനൻ എന്ന് പറയുന്ന പൂജാരി പറയുന്നത്, അദ്ദേഹത്തിന്റെ മൂത്തമാൻ പറയുന്നത്. ഇത് കഴിഞ്ഞ് മൊത്തം അടച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പൂജകൾ ചെയ്യുക. ഇതിനകത്തുണ്ടോ എന്നുള്ള ചോദ്യം പോലും ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഉണ്ണി സാർ, ഇതിനകത്ത് അസ്വാഭാവിക മരണത്തിന് കേസെടുത്താൽ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വം എന്താണ്? അസ്വാഭാവിക മരണം ആണോ അല്ലയോ എന്നുള്ളത് തീർച്ചപ്പെടുത്തുക എന്നുള്ളത്. അതിനെ കറക്റ്റായിട്ട് പോലീസിങ് അവിടെ നടപ്പിലാക്കുക എന്നതിലേക്ക് ഒരു കാര്യം ചെയ്യാനില്ല. നാളത്തോടുകൂടി അക്കാര്യത്തിൽ തീരുമാനമാവും എന്ന് തോന്നുന്നു. അപ്പം അക്കാര്യത്തിൽ അനുകൂലമായ നിലപാടുണ്ടാവട്ടെ. നമ്മുടെ സമൂഹം കുറച്ചുകൂടിയൊക്കെ ഉയർന്ന നിലയിൽ ചിന്തിക്കാൻ കഴിയട്ടെ. ഇതൊന്നും എല്ലാവരും അതിന് ഉത്തരവാദികളാണോ, മാധ്യമങ്ങളടക്കം. നമുക്കൊരു ആത്മവിമർശത്തോടു കൂടി മാത്രമേ ഈ വിഷയത്തെ സമീപിക്കാൻ കഴിയൂ. സമാധിയിൽ സത്യം അറിയണ്ടേ എന്നതായിരുന്നു ചോദ്യം. 4 പേരുടെയും അഭിപ്രായം യെസ് എന്ന് തന്നെയാണ്. Meet the editors.